ആരാ സിഗരറ്റ് എടുത്തെന്ന് പറയാമോ? അയ്യേ, ചിറ്റപ്പന് തെറ്റിപ്പോയി. ഞാനാ. നിന്റെ ചിറ്റപ്പൻ. എന്താ ഏട്ടത്തി? ഇവൻ നിന്നെ കാണാൻ നിന്നെ ശല്യം ചെയ്യായിരുന്നു. അവന് നേരെ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി. ഒന്നുമില്ല ചിറ്റപ്പാ, ഞാൻ പോയി ഒരു സൂചി എടുത്തോണ്ട് വരാം. ഇവനെ കുത്തി വെക്കാം. വേണ്ട ചിറ്റപ്പാ, നമുക്കിവന് എനിമ കൊടുക്കാം. എനിമയോ? അതെന്തോ നിനക്കറിയാം? പിന്നെ ഈ അടി കൂടെ വെക്കുന്നത്. ചിറ്റപ്പാ, മോൻ പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാം. മോനെ ഒന്നും എന്താ എല്ലാവരും കൂടി ഒരു കോൺഫറൻസ്? ഇവന്റെ കാലിന് എന്ത് പറ്റി? ഒന്നുമില്ലെന്താ? അല്ല, ബാബുവിന്റെ തോൾ കയറി ഇരിക്കുന്നത് ചോദിച്ചതാ. ബാബു വന്നേ പിന്നെ അവന്റെ തോളിൽ നിറങ്ങൂല. അപ്പോഴേ ശ്രീമതി, ഞായറാഴ്ച വള്ളംകളിയാ, നമുക്ക് പോകണ്ടേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല. ഇപ്രാവശ്യം ഉദ്ഘാടനം ഐജിയുടെ ഭാര്യ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ചിറ്റപ്പ, നമുക്ക് ബീച്ചിൽ പോകാം. വേണ്ട ചിറ്റപ്പ, പാർക്കിൽ പോകാം. ചിറ്റപ്പ നമ്മൾക്ക് ട്രെയിൻ കളിക്കാം. ശരി, ഓക്കെ. നീ പറയാ പിന്നെ അപ്പീലില്ലല്ലോ. അപ്പൊ കാപ്പൂടി കഴിഞ്ഞിട്ട് ഇല്ലില്ല, ഞാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടത്തി മൂവ് ചെയ്താണ്. ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടത്തി മൂവ് ചെയ്താണെന്നേ. കള്ളകളി കള്ളകളി. ചേട്ടത്തി മൂവ് ചെയ്താണ്. എന്താ എന്താ ഇവിടെ ബഹളം? ചേട്ടത്തി ട്രാപ്പ് ചെയ്താണെന്നേ. ഇപ്പൊ സമ്മതിക്കുന്നില്ല. ചുമ്മാ വരട്ടെ, കള്ളം പറയാം. ആദ്യമേ കളിക്കാം. അപ്പോഴേ ശ്രീമതി, മണി 12 കഴിഞ്ഞു, ഉറങ്ങണ്ടേ? എത്രയായാലും ഞാൻ ഇങ്ങനെ തോപ്പിച്ചിട്ട് ബാലട്ടം വീട്ടിൽ പറയിച്ചു. ഇതാര്? മിസ്റ്റർ വിജയൻ. ബാബു ഇവിടെ ഉണ്ടായിരുന്നോ? ഹൗസ് സർവീസ് ഒക്കെ കഴിഞ്ഞല്ലേ? വിജയൻ ഇപ്പോഴും ഇവിടെ ദശയല്ലേ? അല്ല, എനിക്ക് ട്രാൻസ്ഫർ ആയി ആലപ്പുഴ ജില്ലയിലേക്ക് വിത്ത് പ്രൊമോഷൻ. കൺഗ്രാചുലേഷൻ. താങ്ക് യു. എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം. അതിനു മുമ്പ് ചേട്ടനെ കാണാൻ വന്നതല്ലേ? അതെ, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും. ചേട്ടത്തി, മിസ്റ്റർ വിജയൻ വന്നിരിക്കുന്നത് ചേട്ടനോടൊന്ന് പറ. ഇനി എന്താ അടുത്ത പ്ലാൻ? ഹയർ സ്റ്റഡീസിന് ഫോറിനിൽ പോകണമെന്നാ ചേട്ടന്റെ നിർബന്ധം. യു മസ്റ്റ്. മിസ്റ്റർ ബാബു, ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ചേട്ടൻ. എ മോസ്റ്റ് ലവിംഗ് ബ്രദർ ഐ ഹാവ് എവർ സീൻ. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒരു 6 മാസം മുമ്പ് ബാബുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? ചെറിയൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ്. അന്ന് ആ വിവരത്തിന് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാ. ഹി വാസ് വീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ്. പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം സമാധാനപ്പെട്ടത്. ചേട്ടൻ വരുന്നുണ്ട്. അല്ല, മിസ്റ്റർ വിജയനോ? സാർ, ഞാനിന്ന് ചാർജ് എടുക്കുകയാണ്. യെസ്, ഐ നോ. സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. യു ആർ റോങ് മിസ്റ്റർ വിജയൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഐ വിഷ് യു ഓൾ സക്സസ്. കുട്ടികൾ അവര് സ്കൂളിൽ പോയി. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയതാ. എന്താണിത്? കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. നോ 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 നോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്ഷമിക്കണം സർ, എന്റെ ഒരു സന്തോഷത്തിന്. അത് വേണ്ട ബാലേട്ടാ. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. നോ സർ. എന്തോ? താങ്ക് യു. പാവം വിജയനാകെ വേർത്തുപോയി. എന്തോ? അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ആവശ്യത്തിന് ശമ്പളവുമുണ്ട്. പിന്നെന്തിനായി? ഇത് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന അല്പം സ്വീറ്റ്സ് അല്ലേ ബാലേട്ടാ? ഇതുപോലെ അല്പം സ്വീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീനരായ പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കാരാക്കി തീർത്തിട്ടുള്ളത്.
ആഹാ, ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് വെയിലടിച്ചിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ? നീനെ എണീക്ക് മക്കളെ, എണീക്ക്. മോനെ ഗുഡ് മോർണിംഗ് മമ്മി. മോർണിംഗ് ഡാർലിംഗ്. മമ്മി എന്നെ എന്തിനു എന്തിനു കാണുന്നില്ല? എന്താ മനുഷ്യൻ കാലൊക്കെ തുടങ്ങി. ഞാനിതിലെ കെട്ടിപ്പിടിച്ചെന്ന് കേട്ടത് ഈ സജ്ജ എടുത്തിട്ടുള്ളതാ. നീ എടുത്തടാ. ഞാനും കൊടുത്തില്ല. പിന്നെ അത് എവിടെ പോകാനാ? അതിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കിയെടുത്ത് വെക്കാം. രണ്ടുപേരും പല്ല് വെച്ചിട്ട് പോയിരുന്നു പഠിക്കാൻ നോക്കാം. സജ്ജയില്ലേ എന്റെ യന്ത്രമനുഷ്യനെ എടുത്തത്? എനിക്കെന്തിനാ അത്? ഞാൻ ഡാഡിയോട് പറയും. ഡാഡി ചോദിക്കുമ്പോ നേര് പറയുമല്ലോ.